വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് ഏകദേശം 6 ആക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിള്. ഇവിടുത്തെ ഇതിൻ്റെ കളർ കോംബോ അതെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മൾ വാങ്ങിയതാണ് ഈ കളർ കോംബോ. അതെ വൈറ്റ് ആൻഡ് ഇവിടെ ഒരു ബേവിൻ്റെ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ല, പിന്നെ പെട്ടെന്നാണ് പറയുന്നത് ബേവിൻ്റെ വേണം. അങ്ങനെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്ത്, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വന്നാൽ ഇവിടെ ഇരിക്കുക. അതെ ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ ഒരു ഇത് ഓപ്പണിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്യുക. ഒരു കൗണ്ടർ മാതിരി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നു, അവിടുന്ന് സെർവ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് കാണാലോ. ഈ ഡൈനിങ്ങും കിച്ചണും വളരെ അടുത്താണ്. ഇതാണ് കിച്ചണ്, ഈ വീടിൻ്റെ കിച്ചണ്. ഈ കിച്ചണ് കുറേ മുമ്പ് ചെയ്തതായിരുന്നു, അതുകൊണ്ട് ഇവിടെ എൽ ഷേപ്പിൽ റാക്ക് ചെയ്തിക്ക്. ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തത്. അലൂമിനിയത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്. മേൽഭാഗത്ത് സ്റ്റോറേജുകൾ മാക്സിമം കിട്ടുന്ന രീതിയിലാണ് എല്ലാം വിൻഡോസൊക്കെ സെറ്റ് ചെയ്തത്. വിൻഡോസ് ലെങ്ത്ത് കൂട്ടി ഹൈറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് മേൽഭാഗത്ത് നമുക്ക് സ്റ്റോറേജുകൾ കിട്ടി. ഇവിടാണ് ഇതിൻ്റെ ഹോബ്, ഗ്യാസ് അടുപ്പിൻ്റെ ഹോബ് കൊടുത്ത് ഇത് കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ, ഈ ഹോള് കാണാത്ത രീതിയിൽ കവർ ചെയ്തത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റ് കൊടുത്ത്. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി, ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ ഒരുപാട് കൊടുത്തിക്ക്, നല്ല ഒരു പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഷെൽഫുകൾ കൊടുത്തിക്ക്. ഈ വീട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഔട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് സെറ്റ് ചെയ്തത്. 2 ഡോറുകളായിട്ടാണ് കൊടുത്ത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇത് മാത്രം ക്ലോസ് ചെയ്താൽ മതി. പൂച്ച അങ്ങനത്തെ ഈ ജന്തുക്കളൊന്നും വീട്ടിലേക്ക് കയറൂല. ആവശ്യത്തിന് എയർ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടും ഓപ്പൺ ചെയ്താൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റും.